വേളാങ്കണ്ണി പള്ളിയാണ് കാണണത്. 4 മണിക്കാണ് ഇവിടെ എത്തിയത്. യാത്ര ചെയ്ത് ഇനി മധുര വഴി ആരും വരല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേളാങ്കണ്ണിക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ പാലക്കാട് വഴി വരിക, മധുര വഴി ആരും വരരുത്. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ആൾക്കാർ വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ 6 മണിക്കാണ് പള്ളി തുറക്കുള്ളൂ, നേരം വെളുത്തിട്ട്. അപ്പോഴാണ് നമുക്ക് ഇവിടെ സ്ത്രീകളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് കേട്ടോ. രാത്രി ആൾക്കാർ വന്നവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇപ്പം 5 മണിയായി. 4 മണിക്കാണ് ഞാൻ വന്നത്. 4 മണിക്കെത്തി. 6 മണിയാകുമ്പോൾ പള്ളി തുറക്കും. ഈ വഴി ഒരിക്കലും ആരും വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ മുറ്റത്ത് നിർത്തുന്ന ട്രെയിനായതുകൊണ്ട് അതിൽ കയറി പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനൊരിക്കലും വേളാങ്കണ്ണിയിലേക്ക് വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേളാങ്കണ്ണിയിലേക്ക് ആരും ആ ട്രെയിൻ വരരുത്. മധുരയിൽ നിന്ന് വേറെ ട്രെയിനില്ല, ബസ്സേ ഉള്ളൂ. ഇപ്പം സമയം 5:30 ആയി. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ മക്കളെ. ഇതാ വേളാങ്കണ്ണി പള്ളിയുടെ ബാക്കാണിത്. അപ്പോൾ ഇതാ ഞാൻ ഇന്നലെ കൊണ്ടുവന്ന വെള്ളം ഇത്രയും കൂടി ഉള്ളൂ, തീർന്നു. ഇനി ഒന്ന് വാങ്ങിക്കണം. അപ്പം ബാത്റൂം സൗകര്യം നമുക്ക് ഇതാ ഇതിൻ്റെ, അതായത് ഞാൻ നിൽക്കുന്നതിൻ്റെ അവിടെ ഇല്ലേ, അവിടെ കുറച്ച് ആളുകൾ നിൽക്കുന്നില്ലേ, അതിൻ്റെ ആ ഒരു ബാക്കിലായിട്ട് ബാത്റൂം സൗകര്യമുണ്ട്. ജെൻസിനുണ്ട്, ലേഡീസിനുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇനി 6 മണിക്ക് പള്ളി തുറക്കും. ആളുകളും വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇതുകൊണ്ടൊന്ന് നോക്കുമെന്ന് കഴിയട്ടെ. ഇന്നലെ രാവിലെ ട്രെയിനിൽ കയറിയതാണ് മക്കൾ. ഇനി വേളാങ്കണ്ണിക്കെന്നും പറഞ്ഞാൽ ആരും മധുര വഴി വരരുത്. മധുര വഴി വന്നാൽ വേളാങ്കണ്ണിക്ക് ട്രെയിനില്ല. ആ മണ്ടത്തരം ഞാൻ ചെയ്തിട്ടുണ്ട്. ആഹാ, മുഖത്ത് വെള്ളം വീണപ്പോൾ എന്ത് ആശ്വാസം. ഒരു വലിയ തോതിലുള്ള കഴുകലൊന്നുമല്ല, ജസ്റ്റ് ഇത്തിരി വെള്ളം കൊണ്ടുള്ള മുഖം കഴുകലാണ്. പക്ഷെ മുഖം കഴുകിയപ്പോൾ ഭയങ്കര ആശ്വാസം. ഒരു എണ്ണമയവും പൊടിയൊക്കെ ആയിട്ട് ആകെ ഡള്ളായിരിക്കായിരുന്നു, ഫ്രഷായി. ഇനി നമ്മളെ നേർച്ച കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇനി ആ വഴി പോകണില്ല. ഇനി നമ്മൾ നേരെ തൃശ്ശൂർക്ക് വെച്ച് പിടിക്കും. ഏതാണ്ട് തൃശ്ശൂരിൽ നിന്ന് 145 രൂപയായിട്ടേ ഉള്ളൂ. പക്ഷെ അതിനാണ് നമ്മളിങ്ങനെ കറങ്ങി വന്നത്. വല്ലാത്ത ജാതി വഴിയായിട്ട്. ആൾക്കാർ എഴുന്നേറ്റ് ചായ കുടിച്ചു തുടങ്ങിയില്ല. കടാപ്പുറമുണ്ട്. നമ്മൾ നേർച്ചയൊക്കെ ഇട്ടിട്ട് കടാപ്പുറത്ത് പോയിട്ടൊന്ന് കറങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോകും.